ഹലോ എവരിവൺ. ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ കാഴ്ചപ്പാടിൽ രോഗങ്ങളില്ലാത്ത ഒരു ശരീരം, നല്ല ഫിറ്റ് ആയ ഒരു ബോഡി മാത്രമാണ് അല്ലെ. യഥാർത്ഥത്തിൽ ഹെൽത്ത് എന്നതിന് WHO തന്നെ പറയുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. അതായത് ശരീരം പോലെ തന്നെ മനസ്സിന്റെയും അതോടൊപ്പം നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് കൂടെ ഉണ്ടായാൽ മാത്രമേ ഒരു വ്യക്തി ആരോഗ്യമുള്ള ആളാണെന്ന് പറയാൻ സാധിക്കും. നമ്മൾ ഇന്ന് വളരെ തിരക്കേറിയ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവർക്കും സ്ട്രെസ് കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഒരുപാട് താളപ്പിഴകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പലരും മരുന്നുകൾ മറ്റു നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കഴിക്കുന്ന പോലെ തന്നെയാണ് മരുന്നുകൾ എടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ കാരണം നമ്മൾ മെന്റൽ ഹെൽത്തിന് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഡെയിലി ഹാബിറ്റ്സ് ഫോർ ഇംപ്രൂവിംഗ് മെന്റൽ ഹെൽത്ത്. എംബ്രേസ് മോർണിംഗ് റിച്വൽസ്. നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു ദിവസത്തിന്റെ ആരംഭം നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും ത്രൂ ഔട്ട് നമ്മളുടെ ആ ഡേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും അതോടൊപ്പം തന്നെ നമ്മുടെ ഓവറോൾ ആ ഒരു ഡേ ആണെങ്കിലും നല്ല പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഫോക്കസ് ചെയ്തേ പറ്റൂ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ, ഞാൻ വീണ്ടും പറയാണ്, മൊബൈൽ നോക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്നും മാറ്റി വെക്കാൻ തയ്യാറാവുക. നമ്മളൊരു പുതിയ ഒരു ഹാബിറ്റിലേക്ക്, നമ്മുടെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന ശീലങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ബെഡിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒന്ന് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാവുന്നവർക്കാണ് അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക. ഇനി ഇതൊന്നും നിങ്ങൾക്ക് നേരമില്ല, അല്ലെ പെട്ടെന്ന് ബിസി ആയിട്ടാണെങ്കിൽ ഒരു 5 മിനിറ്റ് അത്രയും നമുക്ക് മാറ്റി വെക്കരുതോ. ആ 5 മിനിറ്റ് നിങ്ങൾ ആ ബെഡിൽ ഇരുന്ന് ഒരു 2-3 പ്രാവശ്യം കണ്ണുകൾ അടച്ച് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം പോസിറ്റീവ് അഫർമേഷൻ, എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല ഊർജം തരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അഫർമേഷൻ പറയാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ എന്നും രാവിലത്തെ ഒരു റുട്ടീൻ ആക്കി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഉന്മേഷം വരും. ആ ഒരു ത്രൂ ഔട്ട് ഡേയിൽ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഇനിയും മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഇതില്ല, ഇനി യോഗ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, അങ്ങനെ എന്താ ചെയ്താലും നമ്മളുടെ ആ ഒരു ഡേയിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന എന്ത് കാര്യമാണോ, അത് അഫർമേഷൻ ആയാലും അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രയോറിറ്റൈസ് ഫിസിക്കൽ ആക്ടിവിറ്റി. എക്സസൈസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയെടുക്കുക തന്നെ വേണം. എത്ര തിരക്കുണ്ടെങ്കിലും എക്സസൈസ് ചെയ്യുന്ന നമ്മളൊരു ശീലമാക്കിയാൽ മാത്രമേ ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പം മെന്റൽ ഹെൽത്തിന്റെ ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവുകയുള്ളൂ. നമുക്കിനി സമയം തികയുന്നില്ല എന്നുള്ള പരാതിയാണ്. എന്ത് ചെയ്യണം? എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് എക്സസൈസിന് വേണ്ടിയും സമയം മാറ്റിവെക്കാൻ സാധിക്കും. രാവിലെ നടക്കാൻ പോകുന്നതാകാം, അല്ലെങ്കിൽ ജിമ്മിൽ ഒരു വർക്കൗട്ട് ആകാം. ഇനി അതല്ല, ഡാൻസിങ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഇതിലേക്ക്, സൂംബ പോലുള്ള ഡാൻസ് ഇതിലേക്ക്, അങ്ങനെ അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ ബോഡിയിൽ എക്സസൈസുകൾക്ക് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തു തന്നെ മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ ബോഡി ഫിസിക്കൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന എൻഡോർഫിൻസ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി ഒരു വെൽബീയിങ്, ഒരു നല്ലൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ബാലൻസ്ഡ് ഡയറ്റ്. നല്ല ഒരു ഭക്ഷണക്രമം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭക്ഷണക്രമം ഡെവലപ്പ് ചെയ്തെടുക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അല്ലെങ്കിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി നല്ല ആഹാരക്രമം, ഒരു ഭക്ഷണക്രമം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അല്ലെ ജങ്ക് ഫുഡ് ഐറ്റംസിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ശീലിക്കുന്നതെങ്കിൽ അത് നമ്മളുടെ മാനസിക ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മൂഡ് സ്വിങ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് മൂലം, അല്ലെ ഷുഗർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് ആരോഗ്യം തരുന്ന തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൾട്ടിവേറ്റ് റെസ്റ്റ്ഫുൾ സ്ലീപ്പ്. മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് നല്ല ഉറക്കം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്നും തന്നെ ഒരു 7 to 9 hours നമ്മൾ ഉറങ്ങുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉറക്കത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന, കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ നോക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കി ഉറങ്ങാനായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ എടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിലാക്സ് മോഡിലേക്ക് വരാനും നല്ല ഉറക്കം കിട്ടാനും അത് സഹായിക്കും. അതിന് സഹായിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുക്കുകൾ വായിക്കാം, അതല്ലെങ്കിൽ ജേർണൽസ് എഴുതാം. ഇനി അതും അല്ലെങ്കിൽ വാം ബാത്ത് എടുക്കേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ തന്നെ ആ ഉറങ്ങാൻ പോകുന്ന
എഴുന്നേൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ബോഡിയൊക്കെ പ്രിപ്പയർ ചെയ്ത് നല്ല ഉറക്കം കിട്ടിയാൽ രാവിലെ ഉന്മേഷത്തോടു കൂടി എഴുന്നേക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ലൈഫിന് ഒരു അർത്ഥവും നമുക്ക് പലപ്പോഴും തോന്നാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ. നമ്മൾ ആകെ സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെ എക്സോസ്റ്റഡ് ഒക്കെ ആയിട്ട് പോകുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും. അവിടെ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം തരാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസം പകരാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ ഓഫീസിലേക്ക് ആയാലും ആകെ ടയർഡ് ആയിട്ട് വർക്ക് ലോഡ് കാരണം ഇരിക്കുന്ന ആ ഒരു മൊമെന്റിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണുകൾ അടച്ച് നമ്മളെ ഒന്ന് ആ ഒരു ദിവസം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഓർത്ത് ഒന്ന് മനസ്സിൽ അതിനൊക്കെ ഒന്ന് നന്ദി പറയാൻ ശ്രമിച്ചു കഴിയുമ്പോൾ തന്നെ ആകെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ സമയം കിട്ടുന്നു, അതിനൊരു പ്രത്യേക ടൈം ഒന്നും നമ്മൾ വെക്കേണ്ട കാര്യമില്ല. എപ്പോഴൊക്കെ നമുക്ക് സമയം കിട്ടുന്നോ ആ സമയത്തൊക്കെയും ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കണക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. സോഷ്യൽ കണക്ഷൻസ് നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ജോലിയുടെ തിരക്കാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ സൗഹൃദങ്ങള് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുമായിട്ട് ചെലവഴിക്കാൻ വരുന്ന സമയം ഒക്കെയും നമ്മൾ മാറ്റി വെക്കാതെ അതിനൊക്കെയും വേണ്ടി സമയം മാറ്റി വെക്കാണ്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സൗഹൃദങ്ങൾ നമ്മൾ സ്ഥാപിക്കുമ്പോൾ നല്ല നല്ല സൗഹൃദങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. ജീവിതത്തിന് അർത്ഥം വേണമെങ്കിൽ അല്ലെ ഓരോ ദിവസവും നമ്മളെ മുമ്പോട്ട് നയിക്കാനായിട്ട് ഒരു ശക്തി വേണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു ഗോൾ, ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനുള്ള ഒരു ലോങ് ടൈം ആണെങ്കിൽ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നമുക്കൊരു ഇപ്പം ജീവിതത്തിൽ ഒരു നല്ലൊരു ജോലി അല്ലെ പഠിച്ച് ഉന്നതമായ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട്. അപ്പൊ നേരിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ മടുപ്പും തോന്നും. അതേ സ്ഥാനത്ത് ആ ഒരു ഗോളിനെ സ്പ്ലിറ്റ് ചെയ്ത് അതിന്റെ ഓരോ ഘട്ടങ്ങളെയും നമ്മൾ ചെറുതാക്കി അതിനു വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ വിജയങ്ങളെയും ചെറുതാണെങ്കിൽ പോലും നമ്മൾ ആഘോഷിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും തോന്നും, മനസ്സിനാണെങ്കിലും ഒരുപാട് സന്തോഷം കൊണ്ട് തരാനായിട്ട് നമ്മളെ സഹായിക്കും. അൺപ്ലഗ് ആൻഡ് അൺവൈൻഡ്. നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഒരു ഡിജിറ്റൽ വേൾഡിലാണ് അല്ലെ. മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തെ ഇത് സാരമായിട്ട് ബാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്നും നമ്മൾ ഒരു കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റേ കിട്ടുന്നുള്ളതെങ്കിലും ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് ശാന്തമായിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഹോബീസ്, റീഡിങ് ഇതിനൊക്കെയും പ്രാധാന്യം കൊടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹാബിറ്റുകൾ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, വളരെ സിമ്പിൾ ആണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരല്പം ഡെഡിക്കേഷൻ നമുക്ക് ഇതിന് ആവശ്യമാണ്, ചെയ്യാനുള്ള ഒരു മനസ്സ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത് ചെയ്ത് എന്നും തന്നെ ഇതേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ഓൺഗോയിങ് ജേർണിയാണ്. ശരീരത്തിന്റെ കാര്യത്തിൽ നമ്മൾ എക്സർസൈസ് എന്നും ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന പോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.